കുട്ടനാട്ടുകാരുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് വള്ളംകളി അല്ലേ. വള്ളംകളി ഇല്ലത്തിൻ്റെ ആഘോഷം കുട്ടനാട്ടുകാർക്ക് അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് പോയവരും എല്ലാവരും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ വള്ളംകളി. അപ്പോൾ ഇന്നത്തെ വള്ളംകളിയായിരുന്നു കേട്ടോ. എവിടെ ആയിരുന്നെന്നറിയാം, നമ്മുടെ ചമ്പക്കുളം ആറ്റിൽ. എൻ്റെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും കുട്ടനാട്ടുകാർ അല്ലാത്തവർക്കും ഏറ്റവും സുപരിചിതമായ അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ചമ്പക്കുളം എന്ന് പറയുന്നത് അല്ലേ. ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസും കണ്ടിന്യൂസ് കാണുന്നവർക്ക് ചമ്പക്കുളം നല്ല പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ. ആ ആറും ഒക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ആ ആറ്റിലായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളി. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ. ഞാനൊക്കെ പണ്ടൊക്കെ പോവായിരുന്നു കാണാനും ഒക്കെ. പക്ഷേ ഇപ്രാവശ്യവും പോയി. പക്ഷെ വീഡിയോസൊന്നും അങ്ങനെയൊന്നും, കാര്യം ഭയങ്കര ആളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല അവിടുത്തെ കാര്യം. ഭയങ്കര ആളും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. ഇങ്ങനെ തുഴയുന്നതും ഒക്കെയുള്ള പ്രാക്ടീസ് സമയം. പണ്ടൊക്കെ ഞാൻ മമ്മിയുടെ വീട്ടിൽ നിൽക്കുന്ന ടൈമിലുണ്ടല്ലോ, വീടിൻ്റെ മുന്നിൽ കൂടെ, നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഈ സെയിം ആറാണ്, നമ്മുടെ വീട് കുറച്ചും കൊണ്ട് മാറിയ. അപ്പം അവിടെ ഈ വള്ളം കളിയുടെ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ പ്രാക്ടീസ് അവർ തുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതൊക്കെ കാണാമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ആറ്റിൻ്റെ കടവിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെ ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും നിങ്ങളോട് പറയണമെന്ന് തോന്നി, നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഒരു കുട്ടനാട്ടുകാരിയായി ഞാൻ ഇതിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ, ഒരു കുട്ടനാട്ടുകാരിയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇട്ട വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കാണണം. ഞാനങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒന്നും ഇട്ടില്ല, കാര്യം കണ്ടിന്യൂസ് ലോങ് ആയി പോവും. പിന്നെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ട് കാണാനായിട്ട്. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്നും അല്ലായിരുന്നു. കാര്യം ഭയങ്കര ജനമായിരുന്നു. നമുക്ക് ഇവരുടെയും തലയും വാലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എടുക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അത്യാവശ്യം കിട്ടിയ വീഡിയോസൊക്കെ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫൈനലി നമ്മൾ കാണാൻ പോകുന്നത്, ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വള്ളംകളിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്, അതായിരിക്കും കാണാൻ പോകുന്നത്. ഇങ്ങനെ ഇത് നമ്മുടെ കാണുന്ന പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ, ചമ്പക്കുളം ബസിലിക്ക ചർച്ച് കേട്ടോ കാണുന്നത്. അപ്പം ഇനി നമുക്ക് കാണാൻ പോകുന്നത്, ഇവരൊക്കെ വള്ളം തുഴയുന്നുണ്ട്. എന്തൊരു പാടായിരിക്കും അല്ലേ. ഇതൊക്കെ കാണാൻ നല്ല രസം, നമുക്ക് കാണാൻ നല്ല രസമാണ്. പക്ഷെ അവരൊക്കെ അനുഭവിക്കുന്ന ടെൻഷൻസ് അല്ലേ ഒരുപാടായിരിക്കും അല്ലേ. അപ്പോഴത്തേക്കും അതാണ് ചമ്പക്കുളം ബസിലിക്ക പള്ളി കേട്ടോ. അതൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ നല്ല പരിചയമുള്ളൊരു ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ വള്ളംകളി കഴിഞ്ഞിട്ടുള്ള ഒരു രംഗം കേട്ടോ. ലാസ്റ്റ് ഈ വള്ളംകളി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. ഊത്തും ബഹളവും പാട്ടും ഒക്കെയാണ്. ആറൊക്കെ അങ്ങ് ഭയങ്കര മാർച്ചിൽ സ്പീഡ് ബോട്ടും സ്പീഡ് ലാഞ്ചി ഒക്കെ പോകുന്ന കാണാം കേട്ടോ. യമഹ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇനി നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വള്ളംകളിയാണ് കേട്ടോ. വള്ളംകളിയുടെ ഒരു 29 സെക്കൻഡ്, ഒരു 29-30 സെക്കൻഡുള്ളൊരു വീഡിയോ കേട്ടോ. അതാണ് നിങ്ങൾ ലാസ്റ്റിനി ഈ കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടോളൂ, ചെറിയ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല കേട്ടോ. പിന്നെ എനിക്ക് വള്ളംകളിയെ പറ്റി കൂടുതൽ അറിവോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.